പൊതുയിടങ്ങളിൽ പോസ്റ്ററും ബോർഡും വെച്ചാൽ പണി കിട്ടും. 1 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. ശിക്ഷ: ചുമരെഴുത്തുകൾ മായ്ക്കണം. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ പോസ്റ്റർ ഒട്ടിച്ചും ചുമരെഴുതിയും വികൃതമാക്കിയാൽ 1 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും ഒടുക്കേണ്ടി വരും. ബാനർ കെട്ടിയും ഫ്ലെക്സ് ബോർഡ് വെച്ചും നോട്ടീസ് പതിച്ചും പരസ്യം പ്രദർശിപ്പിച്ചും പൊതു ഇടങ്ങൾ നശിപ്പിക്കുന്നവർക്ക് 6 മാസം തടവും 50,000 രൂപ പിഴയും നൽകാനും വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമം തയ്യാറായി. നിയമപരിഷ്കരണ കമ്മീഷൻ തയ്യാറാക്കിയ കരട് ബിൽ ദി കേരള പ്രിവെൻഷൻ ഓഫ് ഡിഫേസ്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ബിൽ 2024 സർക്കാരിന് കൈമാറി. തദ്ദേശ നിയമ വകുപ്പുകളുടെ പരിശോധനകൾക്കു ശേഷം ബിൽ പാസ്സാക്കുന്നത് സർക്കാരിൻ്റെ സജീവ പരിഗണനയിലാണ്. പൊതുസ്ഥലങ്ങളും പുരാവസ്തു പ്രാധാന്യമുള്ള സ്ഥലങ്ങളും വികൃതമാക്കുന്നത് തടയാൻ നിയമം വേണമെന്ന നിയമസഭ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി 2006-2008 യുടെ ശുപാർശ കൂടി കണക്കിലെടുത്താണ് കരട് ബിൽ തയ്യാറാക്കിയിട്ടുള്ളത്. റോഡുകൾ, നടപ്പാതകൾ, ചരിത്ര സ്മാരകങ്ങൾ, കെട്ടിടങ്ങൾ, അതിൻ്റെ മതിലുകൾ, ട്രാഫിക് ഐലൻഡുകൾ, സ്ഥലസൂചനാ ബോർഡുകൾ, നെയിം ബോർഡുകൾ തുടങ്ങിയവയെല്ലാം നിയമത്തിൻ്റെ പരിധിയിൽ വരും. വ്യക്തികൾക്ക് പകരം സ്ഥാപനങ്ങളോ കമ്പനികളോ രാഷ്ട്രീയ പാർട്ടികളോയാണ് നിയമലംഘനം നടത്തുന്നതെങ്കിൽ അവയുടെ മേധാവിയോ പാർട്ടി ഭാരവാഹികളോ കുറ്റക്കാരാകും. അതല്ലെങ്കിൽ തൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് നിയമലംഘനം നടന്നിട്ടുള്ളതെന്ന് തെളിയിക്കേണ്ടി വരും. വിനോദസഞ്ചാരമോ വാണിജ്യ പ്രാധാന്യമോ കണക്കിലെടുത്ത് പൊതുസ്ഥലത്ത് ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് കളക്ടർമാർക്ക് അധികാരം ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികളോ സ്ഥാനാർത്ഥികളോ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിൽ ചുവരെഴുതുന്നതും പോസ്റ്ററുകൾ പതിക്കുന്നതും കൈവശക്കാരുടെ രേഖാമൂലമുള്ള സമ്മതം വാങ്ങിയിരിക്കണം. നിശ്ചിത സമയത്തിനു ശേഷം ഇവ നീക്കം ചെയ്യുകയും ചുമരെഴുത്തുകൾ മായ്ച്ചു കളയുകയും വേണം.